മലപ്പുറം ജില്ലയിലെ അന്ത്യോദയ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ചൊവ്വാഴ്ച അവസാനിക്കും. മഞ്ഞ, പിങ്ക് കാർഡുകളിലുള്ള റേഷൻ കാർഡിൽ മുഴുവൻ ആളുകളും 8-ാം തീയതിക്കകം റേഷൻ കാർഡും ആധാർ കാർഡുമായി റേഷൻ കടകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യണം. ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ കടയിലെ ഇ-പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച റേഷൻ വാങ്ങിയ ആളുകളിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. എന്നാൽ അവരുടെ കാർഡുകളിലെ മറ്റംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്യണം. റേഷൻ EKYC മസ്റ്ററിംഗിൽ ഏറെ പിറകിലായിരുന്നുവെങ്കിലും ജില്ലയിൽ 2 ദിവസം കൊണ്ട് കൂടുതൽ പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി. PHH വിഭാഗത്തിൽ 53.33%, AAY വിഭാഗത്തിൽ 63.33%മാണ് മസ്റ്ററിംഗ് നടത്തിയത്. മുൻഗണനാ വിഭാഗം റേഷൻ ഉപഭോക്താക്കൾക്കുള്ള EKYC മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ എല്ലാ റേഷൻ കടകളും ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിച്ചു. മുൻഗണനാ വിഭാഗത്തിലെ AIY, PHH റേഷൻ കാർഡുകളിലെ അംഗങ്ങളാണ് റേഷൻ കടകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ഒക്ടോബർ 3 മുതൽ 8 വരെയാണ് ഇവർക്ക് മസ്റ്ററിംഗ്. 5 വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും നിർബന്ധമായി മസ്റ്ററിംഗ് ചെയ്യണം. കിടപ്പ് രോഗികൾ, റേഷൻ കടകളിൽ നേരിട്ട് പോകാൻ സാധിക്കാത്ത തരത്തിൽ ശാരീരിക പ്രശ്നങ്ങളുള്ളവർ എന്നിവരുടെ മസ്റ്ററിംഗ് വീടുകളിൽ പോയി ചെയ്യും. റേഷൻ കാർഡിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ NRK സ്റ്റാറ്റസിലേക്ക് മാറ്റാനും മരണപ്പെട്ടവരുടെ പേരുകൾ അടിയന്തരമായി നീക്കാനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണമെന്നും സിവിൽ സപ്ലൈ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം റേഷൻ കടകളിൽ മസ്റ്ററിംഗിനെത്തുന്ന കുട്ടികളുടെ പകുതിയോളം വിരലടയാളം പതിയാതെ മടങ്ങേണ്ട സ്ഥിതിയാണ് ഉള്ളത്. പലവട്ടം ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെന്നാണ് പരാതി. ഇത്തരം സംഭവങ്ങൾ കുട്ടികളുടെ ആധാർ കാർഡിന്റെ പകർപ്പ് വാങ്ങിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി റേഷൻ കടകളിൽ നോട്ട് പുസ്തകം വെച്ച് രേഖപ്പെടുത്തുവാനാണ് നിർദ്ദേശം. കുട്ടികളുടെ ആധാർ സമയബന്ധിതമായി പുതുക്കാത്തതിനാലും ആധാർ രജിസ്ട്രേഷൻ സമയത്ത് വിരലടയാളം തെളിയാത്തതിനാലുമാണ് ഈ സ്ഥിതി. സർക്കാർ നിർദ്ദേശിച്ച സമയക്രമം കഴിയുമ്പോൾ മസ്റ്ററിംഗ് നടത്താതെ പോയ ഗുണഭോക്താക്കളുടെ കണക്ക് ലഭ്യമാകും. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.